ഇത്രയൊക്കെ പറഞ്ഞിട്ടും തനിക്ക് എന്നോടുള്ള ദേഷ്യം കുറഞ്ഞിട്ടില്ലല്ലേ? എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഞാൻ എങ്ങാനും വണ്ടി ഓടിച്ചു എന്നറിഞ്ഞ അത് മതി വീട്ടിൽ വഴക്കിടാൻ. ഇതുവരെ ലൈസൻസ് എടുക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ ഓടിച്ച വണ്ടി ആക്സിഡന്റ് ആയെന്നും പോലീസ് സ്റ്റേഷനിൽ പോണോന്നൊക്കെ പറഞ്ഞ പിന്നെ അത് മതി എല്ലാം കഴിയാൻ. തനിക്ക് അറിയില്ല എന്റെ അച്ഛനെ. എനിക്ക് വളരെ അടുത്തറിയാം തന്റെ അച്ഛനെയും തന്നെയും. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഈ സിറ്റിയിലല്ലേ താമസിച്ചിരുന്നത്? അത് തന്നോടാര് പറഞ്ഞു? എന്നോടാരും പറഞ്ഞല്ല. അന്ന് നമ്മൾ ഒരേ ക്ലാസ്സിലാ പഠിച്ചിരുന്നത്. അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത്. ഇത്രയൊക്കെ മാറിപ്പോയിട്ടും ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ മനസ്സിലായി തനിക്ക് ഇപ്പോഴും എന്നെ തിരിച്ചറിയാനായിട്ടില്ല. എന്റെ കൂടെ കിരൺ. ഒരുപക്ഷെ കിരൺ എന്ന് പറഞ്ഞാൽ താൻ അറിയില്ല, കിട്ടു എന്നാ താൻ എന്നെ വിളിച്ചിരുന്നത്. ഇന്നലെ രാവിലെ ഞാൻ അമ്മയടുത്ത് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ കിട്ടു ഇപ്പൊ എന്ത് ചെയ്യാതിരിക്കുമെന്ന്. ഇറ്റ്സ് റിയലി സർപ്രൈസിങ്. എന്നിട്ടും എനിക്കെന്റെ പേര് പറയേണ്ടി വന്നു തനിക്കെന്നെ തിരിച്ചറിയാൻ. സോറി കിട്ടു, താൻ വല്ലാതെ മാറിപ്പോയി. പണ്ടത്തെ തടി മാത്രം അങ്ങനെ തന്നെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ക്യൂട്ട്. തനിക്ക് ഓർമ്മയുണ്ടോ ഇമ്പോസിഷൻ എഴുതാതെ വന്നതിന് ടീച്ചർ തന്നെ പുറത്താക്കിയപ്പോ ഞാനാ തനിക്ക് ഇമ്പോസിഷൻ എഴുതുന്നത്. തനിക്ക് എന്റെ അച്ഛനെ പേടിയായിരുന്നു. അച്ഛൻ ഓഫീസിൽ പോയി കഴിയുമ്പോ താൻ ഉടനെ വീട്ടിലെത്തും TV ഗെയിം കളിക്കാൻ. ഈശ്വര, കടന്നൽക്കൂട്ടിലേക്കാണല്ലോ കല്ലെറിഞ്ഞത്. അല്ല, കിട്ടുമെല്ലാം മറന്നോ? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? ഓർത്തിട്ട് വേണമല്ലോ മറക്കാൻ. ദൈവമേ, എങ്ങനെ ഇതൊന്നും ഊരുക. തമ്പി സാറല്ലേ? അയ്യോ, തമ്പി സാർ ഇപ്പോൾ ഇവിടുന്ന് മാറിയല്ലോ. സാറിപ്പോൾ മകൻ്റെ കൂടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ആ ഫ്ലാറ്റ് എവിടെയാണെന്ന് അറിയോ? ആ, അത് അയ്യോ, ഇത് നമ്മുടെ നാരായണൻ സാറല്ലേ? അതെ. അയ്യോ, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? എന്താ പുറത്തു തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെയൊന്നും അറിയിച്ചില്ലല്ലോ. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. പിന്നെ വീട് വാങ്ങലും താമസം മാറ്റവും എല്ലാത്തിനോട് സമയം കിട്ടണ്ടേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. നിങ്ങൾ എങ്ങനെ വീട് കണ്ടെത്തി? അവര് വീട് തെറ്റി വന്നതാ തമ്പി സാറിനെ കാണാൻ. തമ്പി സാറിനെ എങ്ങനെ അറിയാം? ഇവന് രഞ്ജി ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. തമ്പി സാറ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നല്ലോ. നാളെ പുറപ്പെടും മുമ്പ് സാറിനെ കണ്ടെന്ന് അനുഗ്രഹം വാങ്ങാന്ന് കരുതി. ഇവനെ അറിയില്ലേ? എന്റെ മകൻ ശ്രീരാജ്. ശ്രീയോ? ഇവനാകെ വളർന്നു പോയല്ലോ. അല്ല, മകള് വന്നില്ലേ? വന്നിട്ടുണ്ട്, മുകളിലുണ്ട്. താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ ജോലിയൊന്നുമില്ലേ? എന്തിനാ സാറേ ജോലി? ഇപ്പൊ ഇതിലും നല്ല പ്രൊഫഷൻ ഉണ്ടോ? ഇപ്പൊ തന്നെ അവന് രഞ്ജി ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. നന്നായി കളിച്ചാൽ നാളെ ഇന്ത്യൻ ടീമിലേക്കും കേറാം. എങ്കിലും ജീവിച്ചു പോകാൻ ഇതൊക്കെ മതിയോ? പിന്നെന്താ, ക്ലബ് മാച്ചിലും മറ്റുമൊക്കെയായി ഇപ്പൊ തന്നെ നല്ല രീതിയിലാ പോകുന്നത്. ഇന്ത്യൻ ടീമിലോ മറ്റോ കിട്ടിയ പിന്നെ ലോട്ടറി അടിച്ച മാതിരിയല്ലേ. കളിച്ചാലും കളിച്ചില്ലെങ്കിലും കിട്ടും കോടികൾ. ആണോ? ഓ, ഇവിടെ ആരും ക്രിക്കറ്റ് കളിയൊന്നും കാണാറില്ല.